ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തു എന്ന് വേണം കാണാനായിട്ട്. നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു നിഫ്റ്റിയിൽ പ്ലോട്ട് ആയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഇന്നും മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തു ഒരു ഉച്ച വരെയുള്ള സെഷൻ. ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി മാർക്കറ്റ് എൻഡ് ആവുകയും ചെയ്തു. നോക്കുകയാണെങ്കിൽ 9079 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9178 വരെ ഹൈ പോയി. ക്ലോസിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9106 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിഫ്റ്റി, ഓട്ടോ, അതേപോലെ തന്നെ FMCG ഈ രണ്ട് സെക്ടറുകളായിരുന്നു ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് മെറ്റൽ, മീഡിയ ഇതൊക്കെ നിഫ്റ്റിനെ ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിലേക്ക് കൊണ്ടുപോയി. നോക്കുകയാണെങ്കിൽ റിയാലിറ്റി, അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഡൗണിലുണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്ടർ വൈസ് അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൽ 30 സ്റ്റോക്കുകളായിരുന്നു അഡ്വാൻസസിൽ നിന്നത്. അതുപോലെ തന്നെ 20 സ്റ്റോക്കുകൾ ഡിക്ലൈനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇന്നത്തെ ആ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റത്തോടുകൂടിയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. പ്രധാനമായിട്ടും ആ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്തത് ആ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ന്യൂസുകളൊക്കെ ആയിരുന്നു. അതായത് ട്രാവൽ റെസ്ട്രിക്ഷൻസിലൊക്കെ കുറേ റിലാക്സേഷൻസ് കൊണ്ടുവരുന്നു, അതങ്ങനത്തെ ന്യൂസുകളൊക്കെ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് മൊമെൻറ്റം നൽകി. അതുപോലെ തന്നെ ലോക്ക്ഡൗണിൽ ഉള്ള റിലാക്സേഷൻസൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി എൻഡ് ആവുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു റിവേഴ്സലിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പം സൂചനകൾ മാത്രമാണ്. നാളത്തെ മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻസ് എടുക്കുക. അതായത് ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ വാലിഡ് അല്ലാതാകും. അതല്ല ഈ താഴേക്ക് ഡൗണിലേക്കാണ് കാണിക്കുന്നതെങ്കിൽ വീണ്ടും മാർക്കറ്റിലൊരു റിവേഴ്സലിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു 8900 ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഇമീഡിയറ്റ് സപ്പോർട്ട് നിൽക്കുന്നത്. പിന്നെ 9200 ആ ഒരു റേഞ്ചിൽ നമുക്ക് അടുത്തൊരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു പോസിറ്റീവിലാണ് എൻഡ് ആയിരുന്നത്. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 2% അപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള പ്രധാന കാരണം ആ ഒരു US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഒരു പ്രതീക്ഷകളായിരുന്നു മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാം തന്നെ ഒരു ഡൗണിലാണ് കാണിക്കുന്നത്. 0.5 മുതൽ 1.2% വരെ ഡൗണിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം നോക്കുകയാണെങ്കിൽ ആ കൊറോണ കൊണ്ടുള്ള ഒരു ലോങ് ടൈം ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഇൻവെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് വറി ചെയ്യിക്കുന്നു. അതുമാത്രമല്ല US ചൈന ടെൻഷൻ, ആ ട്രേഡ് വാറിൻ്റെ ടെൻഷൻസൊക്കെ വീണ്ടും ഉയർന്നു വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് യൂറോപ്യൻ മാർക്കറ്റിനെ വീണ്ടും ഒരു ഡൗണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്, രണ്ട് മാർക്കറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ. SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 23 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇപ്പം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയുള്ളൊരു SGX നിഫ്റ്റിയുടെ ഒരു ട്രേഡ് എവിടെ നിൽക്കുന്നു, ഏത് റേഞ്ചിൽ നിൽക്കുന്നു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റും ഇതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഡൗൺ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ FIIൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 1466 കോടി നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം 4ാമത്തെ ദിവസം അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെറ്റ് വിത്ഡ്രോവലാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് 2373 കോടിയുടെ. പിന്നെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് 19 പൈസ ഉയർന്ന് 75.61 നിന്ന് ക്ലോസ് ആവുകയും ചെയ്തു. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ സെക്ടറൽ വൈസ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ FMCG ആയിരുന്നു ഏറ്റവും കൂടുതൽ ടോപ്പ് പെർഫോമറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിയാലിറ്റി, നിഫ്റ്റി ബാങ്ക് ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തത്. ഇനി ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകളിൽ പ്രധാനമായിട്ടും ബജാജ് ഓട്ടോ നോക്കുകയാണെങ്കിൽ അവരുടെ ഏർണിങ്സ് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ജിയോ പ്ലാറ്റ്ഫോമിലേക്ക് ഏകദേശം ഒരു $1 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്നുള്ളൊരു ന്യൂസ് എക്കോണമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസിനെ ട്രാക്ക് ചെയ്യുക. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ന്യൂസ് പോസിറ്റീവ് ന്യൂസായി മാറുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിഗോ, അതുപോലെ തന്നെ സ്പൈസ്ജെറ്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഫേസ്ഡ് മാനറിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെയ് 25 മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതേ തുടർന്ന് ഈ രണ്ട് സ്റ്റോക്കുകൾ ഇന്ന് അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 1000 കോടിയുടെ ഒരു NCD ഇഷ്യൂ ചെയ്യാനായിട്ട് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു അപ്രൂവൽ അവർക്ക് ബോർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൽപ്പതാരു പവർ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ
ഷെയർ ബൈബാക്ക് 72.72 ലക്ഷം ഷെയർസ് ബൈബാക്ക് ചെയ്യാനുള്ളൊരു അപ്രൂവൽ അത് ബോർഡിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അത് 275 രൂപ പെർ ഷെയറിൽ എന്ന പ്രൈസിൽ വാങ്ങാനുള്ള ഒരു അപ്രൂവൽ ബോർഡ് കൊടുത്തു. അതുപോലെ തന്നെ ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് നോക്കുവാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 71.76% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത് എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ട്രൈഡ്സ് ഫാർമ നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 203 കോടി നെറ്റ് ലോസാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ നമ്മളിത് കണ്ടിരുന്നു, ഇൻഡിഗോ അതുപോലെ തന്നെ സ്പൈസ്ജെറ്റ് ഇന്ന് ഏകദേശം 7%, അതുപോലെ തന്നെ 4% വെച്ച് രണ്ടും അപ്പായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ആ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അവർക്ക് ഹെൽപ്പ് ചെയ്തത്, ആ ഒരു ഫ്ലൈറ്റൊക്കെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ന്യൂസ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 20.2 ലക്ഷം ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട് NSEയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡൗണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ ട്രാക്ക് ചെയ്യുക. പിന്നെ അജന്ത ഫാർമ നോക്കുകയാണെങ്കിൽ അവർ ഏകദേശം 32.4% റൈസ് റവന്യൂവിൽ Q4 32.4% റവന്യൂ റൈസാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ഇന്നൊരു 2% അപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ 33% ഫോളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കുകയാണെങ്കിലും 20% ഫോളാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ആ ഒരു ലോക്ക്ഡൗൺ അതുപോലെ തന്നെ അതേ തുടർന്നുണ്ടായ ഇഷ്യൂസൊക്കെയാണ് പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ സിങ്കിനെ ഈ ഒരു ലോസിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ JK സിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അവർ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 100 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് അവർ Q4 റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അത് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു 9.5% ഡിക്ലൈൻ വന്നിട്ടുണ്ട്. പക്ഷേ EBITDA നോക്കുകയാണെങ്കിൽ 54% അപ്പായിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോൾഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിലും 3.3% ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് നോക്കുകയാണെങ്കിൽ 77% ഡിക്ലൈൻ ആണ് നെറ്റ് പ്രോഫിറ്റിൽ അവർ കാണിച്ചിരിക്കുന്നത് Q4. അതുപോലെ തന്നെ ഈ റവന്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ NMDCയിലും പിന്നെ ഒരു ലാർജ് ട്രേഡ് നടന്നിട്ടുണ്ട്. 21.69 ലക്ഷം ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് അവർ നടന്നതായിട്ട് ബ്ലൂംബർഗിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഇന്നത്തെ ഗ്ലോബൽ ലെവലിലുള്ള നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ വീണ്ടും ആ ഒരു വൈറസ് സ്പ്രെഡിങ് അത് കൂടുതലും ലോവർ ഇൻകം കമ്മ്യൂണിറ്റിയിലാണ് കൂടുതലായിട്ടും വൈറസ് സ്പ്രെഡിങ് നടക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ വന്നു. അതുപോലെ തന്നെ ബ്രസീലിൽ നോക്കുകയാണെങ്കിലും റെക്കോർഡ് ഇൻഫെക്ഷൻസ് ആണ് വീണ്ടും റിപ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ 1,00,000 മുകളിലായി, 1,12,000 മുകളിലായി ഇപ്പം കൊറോണയെ സംബന്ധിച്ചുള്ള കേസസ്. പക്ഷേ മൊത്തത്തിൽ ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു കൊറോണനെ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇനിയും ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് എക്കോണമിയിൽ കൂടുതൽ ഇമ്പാക്റ്റുകൾ വരുത്തും എന്നെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന കോലാഹലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും US മാർക്കറ്റിൽ എത്രമാത്രം അടി കിട്ടിയിട്ടുണ്ടെന്ന് ഈ ഒരു കൊറോണ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ എല്ലാം കൊണ്ട്. അപ്പം ഇനിയും ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതൊരു ശാശ്വത പരിഹാരമായിട്ടോ അല്ലെങ്കിൽ ഒരു പരിഹാരമായിട്ടോ നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. കാരണം അത് കൂടുതൽ എക്കോണമീനെ ഡൗണിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം എല്ലാവരും ഇതിനോട് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ ഒരു വാക്സിനേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് ഇനിയൊന്നും പറയാനായിട്ടില്ല. കാരണം ഇപ്പോഴും ഗിലിയഡ് സയൻസ് കൊണ്ടുവന്ന ആ ഒരു മെഡിസിനെ പറ്റിയുള്ള ഒരു പുതിയ റിപ്പോർട്ടുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ബിഹേവിയറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ന്യൂസ് അത്രമാത്രം വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മാർക്കറ്റിൽ നമുക്ക് എന്ത് എന്നുള്ളത് അല്ലെങ്കിൽ ഈ കൊറോണേൻ്റെ ഇമ്പാക്റ്റുകൾ ഇനിയും നമുക്ക് തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നല്ലൊരു ഐഡിയ കിട്ടുന്നത് വരെ മാർക്കറ്റിലൊരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. നിങ്ങൾക്കുള്ള അപ്ഡേറ്റുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അനാലിസിസിലൂടെ നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.